ഹ്യൂറിസ്റ്റിക് സെർച്ച് മെത്തേഡിന് പ്രധാനമായിട്ട് 6 ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തെയാണ് ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് മെത്തേഡ്. ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ പേര് നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ്. ആദ്യം ഒരു പോസിബിൾ സൊല്യൂഷൻ ജനറേറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അത് ശരിയാണോ, അതാണോ നമ്മുടെ അക്സെപ്റ്റബിൾ ഗോൾ സ്റ്റേറ്റിലൊന്നാണോ അത് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ ക്വിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് മെത്തേഡ് ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഏറ്റവും സിമ്പിളസ്റ്റ് ടെസ്റ്റ് മെത്തേഡ് സെർച്ച് ടെക്നിക്കാണ്. ആദ്യം ഒരു സൊല്യൂഷൻ ജനറേറ്റ് ചെയ്യുക, എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യുക, അതാണോ ഫൈനൽ കിട്ടേണ്ട ആൻസർ എന്ന്. അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുക, വീണ്ടും ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുക. ഇനി നമുക്ക് അതുകൊണ്ട് അത് പറയാം എന്താണ്, ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ടെക്നിക്കാണ്. ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് അൽഗോരിതം എന്ന് പറയുന്നത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ടെക്നിക്കാണ്. അതുപോലെ അത് എക്സോസ്റ്റീവ് സെർച്ച് ഓഫ് ദ പ്രോബ്ലം സ്പേസ് നടത്തുക എന്ന് വെച്ചാൽ ഫുൾ പ്രോബ്ലം സ്പേസ് ഏതാണ്ട് ഇങ്ങനെ ഓരോ പ്രാവശ്യം ജനറേറ്റ് ചെയ്ത് സെർച്ച് ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് റാൻഡം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ഫുൾ ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ എന്ത് പറയും, ബ്രിട്ടീഷ് മ്യൂസിയം അൽഗോരിതം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചുമ്മാ റാൻഡം ആയിട്ടൊരു മ്യൂസിയത്തിൽ പോയിട്ട് ഒരു ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചാൻസ് ഉണ്ട്, ഇല്ല. നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാലേ കുറച്ചും കൂടെ ഇതുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രിട്ടീഷ് മ്യൂസിയം അൽഗോരിതം എന്നിങ്ങനെ പറയുന്നത്. മോസ്റ്റ് സ്ട്രൈറ്റ് ഫോർവേഡ് വേ ടു ഇംപ്ലിമെൻറ്റ് സിസ്റ്റമാറ്റിക് ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് ഈസ് എ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ട്രീ വിത്ത് ബാക്ക് ട്രാക്കിംഗ്. അപ്പോൾ സത്യത്തിൽ ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ട്രീ ആണ്, ബാക്ക് ട്രാക്കിംഗ് ഉള്ള. അതുപോലെ എക്സോസ്റ്റീവാണ് ആയിട്ടുള്ളൊരു എന്താണ് ടെക്നിക്കാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് മെത്തേഡിൻ്റെ ഒരു വെറൈറ്റിയാണ് അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷനാണ് പ്ലാൻ ജനറേറ്റ് ടെസ്റ്റ്. ഡെൻഡ്രൽ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ഉണ്ട്. അത് ഉപയോഗിക്കുന്നത് ഈ പ്ലാൻ ജനറേറ്റ് ടെസ്റ്റാണ്. അവിടെ എന്താണ്, ഈ പ്ലാനിങ് പ്രോസസ് ദാറ്റ് യൂസസ് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ ടെക്നിക്സ്. ഓൾറെഡി കുറച്ച് കൺസ്ട്രെയിൻസ് അവിടെ പറഞ്ഞിരിക്കും. അത് കാരണം എന്താണ്, കുറച്ച് ലിസ്റ്റ് ഓഫ് റെക്കമെൻഡഡും കോൺട്രാ ഇൻഡിക്കേറ്റഡ് സബ്സ്ട്രക്ചേഴ്സും അവിടെ കാണും. എന്നിട്ട് എന്ത് ചെയ്യും, ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് പ്രൊസീജിയർ ദെൻ യൂസസ് ദോസ് ലിസ്റ്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ എക്സ്പ്ലോർ ഓൺലി എ ഫെയർലി ലിമിറ്റഡ് സെറ്റ് ഓഫ് സ്ട്രക്ചേഴ്സ്. എന്ന് പറഞ്ഞാൽ ഫുൾ സ്ട്രക്ചർ എക്സ്പ്ലോർ ചെയ്യില്ല, അതിന് പകരം ഒരു കൺസ്ട്രെയിൻഡ് സെറ്റ് ഓഫ് സ്ട്രക്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്ന സിസ്റ്റത്തിനാണ് എന്ന് പറയുന്നത് പ്ലാൻ ജനറേറ്റ് ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഒരു സിസ്റ്റവും കൂടെ അതിനകത്തുണ്ട്. ഇനി ഈ പ്ലാൻ ജനറേറ്റ് ടെസ്റ്റ് കാരണമുള്ള ഗുണം എന്താണ്, കോമ്പിനേറ്റോറിയൽ പ്രോബ്ലംസ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കറിയാം കോമ്പിനേറ്റോറിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് എല്ലാതരം ഹ്യൂറിസ്റ്റിക് സെർച്ച് ടെക്നിക്സും കൊണ്ടുവന്നതെന്ന്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഹിൽ ക്ലൈമ്പിംഗ്. ഹിൽ ക്ലൈമ്പിംഗ് എന്ന് പറയുന്നത് ജനറേറ്റ് ആൻഡ് ടെസ്റ്റിൻ്റെ അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ്. പക്ഷേ അതിലെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഫീഡ്ബാക്ക് ആണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്, അത് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ഏത് സ്പേസിലേക്കാണ് നീങ്ങേണ്ടത്, അല്ലെങ്കിൽ അടുത്ത ഏത് സ്റ്റെപ്പാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നതല്ല, ടെസ്റ്റിൻ്റെ ഫീഡ്ബാക്കും കൂടെ തിരിച്ച് ജനറേറ്ററിന് കിട്ടും. എന്നിട്ടാണ് വിച്ച് ഡയറക്ഷൻ ടു മൂവ് ഇൻ ദ സെർച്ച് സ്പേസ് ഡിസൈഡഡ് ആവുന്നത്. അപ്പോൾ ഹിൽ ക്ലൈമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫീഡ്ബാക്കും കൂടെ ഉള്ള ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഹിൽ ക്ലൈമ്പിങ്ങിൽ എന്ത് വേണം, ഒരു ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷനും കൂടെ വേണം. എന്തിനാണ് ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, ടു പ്രൊവൈഡ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ഹൗ ക്ലോസ് എ ഗിവൺ സ്റ്റേറ്റ് ഈസ് ടു എ ഗോൾ സ്റ്റേറ്റ്. ദ ജനറേറ്റ് പ്രൊസീജിയർ ക്യാൻ എക്സ്പ്ലോയിറ്റ് ഇറ്റ് ആസ് ഷോൺ എന്ന് പറഞ്ഞ് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് എത്രമാത്രം നമുക്കൊരു സംഭവം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗോൾ സ്റ്റേറ്റിന് എത്ര അടുത്താണെന്ന് കണ്ടുപിടിക്കുക ഇവിടെ എന്തുപയോഗിക്കും, ഒരു ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ. അതിനെ പറഞ്ഞൊരു ഫീഡ്ബാക്ക് പ്രൊസീജിയറും കൂടെ ഇവിടെ ഉണ്ട്. ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഹിൽ ക്ലൈമ്പിംഗ് ഈസ് ഓഫൺ യൂസ്ഡ് വെൻ എ ഗുഡ് ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ ഈസ് അവൈലബിൾ ഫോർ ഇവാലുവേറ്റിംഗ് സ്റ്റേറ്റ്സ് ബട്ട് വെൻ നോ അതർ യൂസ്ഫുൾ നോളജ് ഈസ് അവൈലബിൾ. അപ്പോൾ എപ്പോഴാണ് ഹിൽ ക്ലൈമ്പിംഗ് ഉപയോഗിക്കുന്ന, ഒരു നല്ല ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ അവിടെ ഉണ്ട്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാപ്പ് ചെയ്യുന്ന സംഭവമാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ വേറെ അധികം നോളജ് ഒന്നും ഇല്ല. അങ്ങനെ ഒരു പ്രോബ്ലത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഹിൽ ക്ലൈമ്പിംഗ് എന്നുള്ള ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിൾ പറയുന്നത്, നിങ്ങളൊരു അൺഫെമിലിയർ സിറ്റിയിൽ പോയി, നിങ്ങൾക്ക് ആ സിറ്റിയുടെ ഡൗൺ ടൗൺ എത്തണം. ഡൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ സിറ്റിയുടെ സെൻറ്ററിൽ എത്തണം, അല്ലെങ്കിൽ വലിയ മീൻസ് ഒരു സിറ്റി ഏരിയ, പ്രോപ്പർ സിറ്റി ഏരിയ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തണം. എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും,
എന്ത് ചെയ്താൽ മതി, അവിടെ ഏറ്റവും ടോളായുള്ള ബിൽഡിങ്സ് ആ സിറ്റിയിൽ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ ദൂരെ ഒരു ഹില്ലിൽ നോക്കി അല്ലെങ്കിൽ ദൂരെ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? നിങ്ങൾക്ക് ദൂരെ നോക്കിയാലേ അറിയത്തില്ലേ ടോൾ ബിൽഡിങ്സ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്നാൽ എന്ത് കണ്ടുപിടിക്കാം? ആ സിറ്റിയുടെ സെൻറ്റർ കണ്ടുപിടിക്കാം. അതുപോലുള്ളൊരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിൽ ക്ലൈമ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ അവിടെ ഉപയോഗിക്കുന്ന ഏതായിരിക്കും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കറൻറ്റ് ലൊക്കേഷൻ ആൻഡ് ലൊക്കേഷൻ ഓഫ് ടോൾ ബിൽഡിങ്സ്. അതുപോലെ അവിടെ അങ്ങനെ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ്? ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് നമ്മൾ എവിടെ നിന്ന് ഏത് ടോൾ ബിൽഡിങ്ങിൽ എത്താനാണോ അതോട്ട് സിറ്റി തുടങ്ങുമായിരിക്കും. അപ്പോൾ ആ ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ആയിരിക്കും അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഹിൽ ക്ലൈമ്പിങ് സാധാരണ എപ്പോഴാണ് എല്ലാ സംഭവവും ടെർമിനേറ്റ് ചെയ്യുന്നത്? ഒരു ഗോൾ സ്റ്റേറ്റ് റീച്ച് ആകുമ്പോഴാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില ഈ സിറ്റിയുടെ കേസിലെ പോലെ അബ്സലൂട്ട് സൊല്യൂഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വെറുതെ ജസ്റ്റ് ഒന്ന് ചുറ്റും കണ്ണോടിച്ച് നോക്കിയാൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ചിലതിന് പക്ഷേ റിലേറ്റീവ് സൊല്യൂഷൻസേ കണ്ടുപിടിക്കാൻ പറ്റും. അതിനെ മാക്സിമൈസേഷൻ അല്ലെങ്കിൽ മിനിമൈസേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ട്രാവലിംഗ് സെയിൽസ്മാന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ പറ്റില്ല, പിന്നെ ഓരോ സിറ്റിയുടെ ഇടയ്ക്കുള്ള ദൂരം കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, കാര്യം അതിനെന്താണ് പ്രത്യേക ഗോൾ സ്റ്റേറ്റില്ല, ഇന്ന സ്ഥലത്ത് പോകണമെന്നല്ല, എല്ലാ സ്ഥലത്തും പോകണമെന്നല്ല ട്രാവലിംഗ് സെയിൽസ്മാൻ. എല്ലാ സിറ്റിയും കവർ ചെയ്യണം, പക്ഷേ ഏറ്റവും മിനിമം ദൂരം എടുത്ത് കവർ ചെയ്യണം എന്നാണ്, അതായത് ഇന്ന സിറ്റിയിൽ എത്തണം എന്നല്ല. അപ്പം അങ്ങനെയുള്ളതെന്ന് നമുക്ക് റിലേറ്റീവ് സൊല്യൂഷൻസ് ആണ്, അബ്സലൂട്ട് സൊല്യൂഷൻ ഇല്ല. ഓക്കെ, ഇനി ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹിൽ ക്ലൈമ്പിംഗ് മെത്തേഡാണ് സിമ്പിൾ ഹിൽ ക്ലൈമ്പിംഗ്. ഹിൽ ക്ലൈമ്പിംഗ് തന്നെ ഇനിയുള്ള മെത്തേഡ്സ് പറഞ്ഞാൽ സ്റ്റീപ്പസ്റ്റ് അസെൻറ്റ് ഹിൽ ക്ലൈമ്പിംഗ് ആൻഡ് സിമുലേറ്റഡ് അനീലിംഗ്. 3 ഹിൽ ക്ലൈമ്പിംഗ് ടെക്നിക്കുണ്ട്. എന്തൊക്കെയാണ്? സിമ്പിൾ ഹിൽ ക്ലൈമ്പിംഗ്, സ്റ്റീപ്പസ്റ്റ് അസെൻറ്റ് ഹിൽ ക്ലൈമ്പിംഗ്, അതുപോലെ സിമുലേറ്റഡ് അനീലിംഗ്. അതിൽ സിമ്പിൾ ഹിൽ ക്ലൈമ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒരു ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് മെത്തേഡിൻ്റെ കൂടെ എന്തും കൂടെ കാണും, ഒരു ഇവാലുവേഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ കാണും. അങ്ങനെയുള്ള മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ഹിൽ ക്ലൈമ്പിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? അതൊരു പുതിയ നോളജും കൂടെ ഈ ഫംഗ്ഷൻ വഴി ഒരു ഫീഡ്ബാക്കും കൂടെ സിസ്റ്റത്തിന് കിട്ടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഹ്യൂറിസ്റ്റിക് സെർച്ച് സാധാരണ ഇൻട്രാക്റ്റബിൾ ആയിട്ടുള്ള സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് പോലും ഇങ്ങനൊരു മെത്തേഡ് ഉപയോഗിച്ച് കുറച്ചും കൂടെ സ്പീഡിൽ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റീപ്പസ്റ്റ് അസെൻറ്റ് ഹിൽ ക്ലൈമ്പിംഗ് ആണ്. അതെന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹിൽ ക്ലൈമ്പിങ്ങിൻ്റെ തന്നെ ഒരു വേർഷനാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് പോസിബിളായിട്ടുള്ള എല്ലാ മൂവ്സും നമ്മൾ നോക്കും, എന്നിട്ട് അതിലെ ബെസ്റ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യും. അതിനാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അല്ലാതെ ഓരോ നോഡും ജനറേറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ സബ് നോഡും ജനറേറ്റ് ചെയ്യുന്നതല്ല. അതിന് പകരം എന്താണ്? ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഓൾ മൂവ്സ് ഫ്രം ദ കറൻറ്റ് സ്റ്റേറ്റ് ആൻഡ് സെലക്ട്സ് ദ ബെസ്റ്റ് വൺ ആസ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്. അങ്ങനെ ഉള്ള ഹിൽ ക്ലൈമ്പിംഗ് മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റീപ്പസ്റ്റ് അസെൻറ്റ് ഹിൽ ക്ലൈമ്പിംഗ് അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ് സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചില കേസിൽ സിമ്പിൾ ഹിൽ ക്ലൈമ്പിങ്ങും സ്റ്റീപ്പസ്റ്റ് അസെൻറ്റ് ഹിൽ ക്ലൈമ്പിങ്ങും സൊല്യൂഷൻ കിട്ടില്ല. അതെപ്പോഴാണെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം ലോക്കൽ മാക്സിമം പ്ലാറ്റോ അല്ലെങ്കിൽ റിഡ്ജിലെത്തുമ്പോഴാണ്. ലോക്കൽ മാക്സിമം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും ആ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ദാൻ ഓൾ നൈബേഴ്സാണ്, പക്ഷേ കുറച്ചും കൂടെ ദൂരെയുള്ള സ്റ്റേറ്റിനെയും കാട്ടി ബെറ്റർ ആയിരിക്കില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ളതിനെക്കാട്ടി ബെറ്റർ ആയിരിക്കും, പക്ഷേ ഇച്ചിരി കൂടെ ദൂരെ ഇതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഘടകം, അതിനാണ് ലോക്കൽ മാക്സിമം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റിലെത്തുമ്പോൾ ചിലപ്പോൾ സ്റ്റീപ്പസ്റ്റ് അസെൻറ്റ് ഹിൽ ക്ലൈമ്പിംഗ് ഒക്കെ ഫെയിലാവും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്ലാറ്റോ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ടൗണിലെത്തിയിട്ട് എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിക്കും. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകണം എങ്ങനെയെന്ന് അറിയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ സിറ്റിയുടെ സെൻറ്റർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിക്കുന്നത്. ഇപ്പോൾ ഏതാണ് സിറ്റിയുടെ സെൻറ്റർ അറിയാൻ പറ്റില്ല. അടുത്ത റിഡ്ജ് എന്ന് പറഞ്ഞ് വേറൊരു ലോക്കൽ മാക്സിമം ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സെർച്ച് സ്പേസ് ദാറ്റ് ഇസ് ഹയർ ദാൻ സറൗണ്ടിങ് ഏരിയസ് ദാറ്റ് ഇറ്റ്സെൽഫ് ഹാസ് എ സ്ലോപ്പ്. എന്ന് പറഞ്ഞാൽ ബാക്കി ഏരിയകളിൽ പൊങ്ങിയായിരിക്കുന്നു, പക്ഷേ അതിന് ഭയങ്കരമായിട്ടുള്ളൊരു സ്ലോപ്പ് ഉണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സ്ഥലം ഒരു റിഡ്ജിന് സിംഗിൾ മൂവ് അല്ലെങ്കിൽ സിംഗിൾ സ്റ്റെപ്സ് വഴി കവർ ചെയ്യാൻ പറ്റില്ല, അതിന് ഒരുപാട് സ്റ്റെപ്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു സംഭവമാണ് റിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ലോക്കൽ മാക്സിമം പ്ലാറ്റോയോ റിഡ്ജോ വരികയാണെങ്കിൽ എന്ത് ഫെയിലാവും? സ്റ്റീപ്പസ്റ്റ് അസെൻറ്റ് ഹിൽ ക്ലൈമ്പിങ്ങും ബേസിക് ഹിൽ ക്ലൈമ്പിങ്ങും ഫെയിലാവും. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്ക് ട്രാക്കിങ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പിറകോട്ടുള്ള ഏതെങ്കിലും നോഡിൽ പോയി പിന്നെ വേറെ ഡയറക്ഷനിൽ സഞ്ചരിക്കാൻ നോക്കണം. അങ്ങനെ ഒരു സംഭവം കണ്ട പ്ലാറ്റോയോ റിഡ്ജോ ലോക്കൽ മാക്സിമം ഉണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ബിഗ് ജമ്പ് നടത്തണം വേറൊരു ഡയറക്ഷനിലോട്ട്, എന്ന് പറഞ്ഞാൽ പുതിയൊരു സെക്ഷൻ ഓഫ് സ്പേസിലേക്ക് പോകണം. അല്ലെങ്കിലോ അപ്ലൈ 2 or more റൂൾസ് ബിഫോർ ഡൂയിങ് ദ ടെസ്റ്റ്. എന്ന് പറഞ്ഞാൽ കുറേ ഡയറക്ഷനിൽ ഒറ്റയടിക്ക് മൂവ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഓക്കെ,
അത് റിഡ്ജസിനെ കവർ ചെയ്യാനായിട്ടാണ് ഈ സംഭവം ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഡയറക്ഷനിലോട്ട് മാത്രം ഒന്നിൽ കൂടുതൽ ഡയറക്ഷനിലോട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ നോക്കി വയ്ക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഹിൽ ക്ലൈമ്പിങ്ങിനെ നമുക്ക് ലോക്കൽ മെത്തേഡാണെന്ന് പറയാം. കാര്യം എന്താണ്, തൊട്ടടുത്തുള്ളതെല്ലാം കാണാൻ പറ്റും, അതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, ഹിൽ ക്ലൈമ്പിങ് നമുക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ലോക്കൽ മെത്തേഡാണെന്ന് പറയാം. ഇതിനെ ഗ്ലോബൽ മെത്തേഡ് ആക്കാനും ടെക്നിക്സ് ഉണ്ട്. ഓക്കെ, ഈ എക്സാമ്പിളായിട്ട് ഹിൽ ക്ലൈമ്പിങ് പ്രോബ്ലത്തിനെ പറയുന്നത് കണ്ടോ, ഇവിടെ നമുക്ക് ശരിക്കും എന്താ ABCD എന്നല്ല അടുക്കി വെച്ചിരിക്കേണ്ട, പക്ഷേ ഇതെങ്ങനെയാണ് കിടക്കുന്നത്, റാൻഡം ആയിട്ടാണ് ഈ ബ്ലോക്സ് അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഗോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓർഡറിൽ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, A വെച്ചു എടുത്ത് താഴെ വയ്ക്കണം എന്ന് പറഞ്ഞാൽ ആ ജിയുടെ മുകളിലുള്ള സംഭവങ്ങളെടുത്ത് താഴെ വെച്ചു. അപ്പോൾ എങ്ങനെ വരും, A ആദ്യം വെക്കാൻ പറ്റണം, H അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും, ഓരോന്ന് മുകളിൽ എടുത്ത് വെക്കാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യണം, HAയും സെപ്പറേറ്റ് ആവണം, എന്നാലല്ലേ നമുക്ക് അടുത്ത Bയും Cയും Dയും ഒക്കെ Aയുടെ മുകളിൽ അടുക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ഹിൽ ക്ലൈമ്പിംഗ് പ്രോബ്ലത്തിന് എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തുള്ള സിമുലേറ്റഡ് അനീലിംഗ്. സിമുലേറ്റഡ് അനീലിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹിൽ ക്ലൈമ്പിങ്ങിൻ്റെ അത് ഇത് തന്നെയാണ്. ആ ഫുൾ സ്പേസ് ജസ്റ്റ് ഒന്ന് നോക്കും, എന്നിട്ടോ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക്കൽ മാക്സിമോ പ്ലാറ്റോ റിഡ്ജിലോ കുടുങ്ങാനുള്ള സാധ്യത കുറവായിരിക്കും. ഈ സ്റ്റിമുലേറ്റഡ് അനീലിംഗ് പറയുമ്പം നമ്മൾ നേരത്തെ ഒരു ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ പറഞ്ഞതില്ലേ, അതിന് പകരം നമ്മൾ എന്ത് പറയും, ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വേണമെന്ന് പറയും. ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്തയിലോട്ട് പോകും, ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് പറയും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷന് മിനിമം വാല്യൂ ആയിരിക്കും പൊതുവേ എന്ന് പറയും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആയിരിക്കണം എന്ന് പറയാം ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ മിനിമൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വാല്യൂ ഏറ്റവും കുറവുള്ള സൈഡിലോട്ടായിരിക്കും ഇത് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് എ പ്രോസസ് ഓഫ് വാലി ഡിസെൻഡിങ് റാദർ ദാൻ ഹിൽ ക്ലൈമ്പിങ്. ഒരു കുന്നിൻ്റെ മുകളിൽ കയറുന്ന പോലെ, അല്ലെങ്കിൽ വാലിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നത് പോലെയാണ് എന്ത് പറയുന്നത്, സിമുലേറ്റഡ് അനീലിംഗ് എന്ന് പറയുന്നത്. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഉള്ള സ്പേസ് എല്ലാം ഒന്ന് ഓട്ടിച്ച് നോക്കുന്നു, മറ്റേ പോലെ തന്നെയാണ്. പിന്നെ ഇത് ഉപയോഗിക്കുന്ന എപ്പോഴാണെന്നറിയോ, മറ്റേത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്പർ ഓഫ് സ്റ്റെപ്സ് ഉണ്ട് പ്രോബ്ലത്തിൽ എത്തണമെങ്കിൽ. ആ സമയങ്ങളിലാണ് എന്ത് ഉപയോഗിക്കുന്നത്, സിമുലേറ്റഡ് അനീലിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ സിമുലേറ്റഡ് അനീലിംഗ് എന്ന് പറയാൻ കാര്യം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അനീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെറ്റൽസിനെ മെൽറ്റ് ചെയ്യാൻ പറ്റും, എന്നിട്ട് എന്ത് ചെയ്യും, പതുക്കെ കൂൾ ചെയ്യും. മെറ്റൽസിനെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹൈ എനർജി കൊടുത്തിട്ട് പതുക്കെ കൂൾ ചെയ്യും. അതിനെയാണ് നമ്മൾ സിമുലേറ്റഡ് അനീലിംഗ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോസസ്സ്. ശരിക്കും ഈ ഫർണസുകളിലൊക്കെ ലാബുകളിൽ ചെയ്യുന്ന സംഭവമാണിത്. അതുമായിട്ട് അതിൻ്റെ ഒരു മോഡൽ എടുത്തിട്ട് എന്ത് ഈ കമ്പ്യൂട്ടർ ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് സിമുലേറ്റഡ് അനീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ഉദ്ദേശം എന്താണ്, ഒരു മിനിമം എനർജി ഫൈനൽ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അതുകൊണ്ട് നമുക്ക് അതിനെന്ത് പറയാം, വാലി ഡിസെൻഡിങ് പ്രോസസ്സാണെന്ന് പറയാം. അതിൽ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ്. പിന്നെ അതിൽ നിന്ന് നമുക്കൊരു കാര്യം കൂടെ പറയാം, ദ റേറ്റ് അറ്റ് വിച്ച് ദ സിസ്റ്റം ഈസ് കൂൾഡ് എന്ന് പറയുന്നതാണ് അനീലിംഗ് ഷെഡ്യൂൾ. അപ്പോൾ എത്ര റേറ്റിലാണ്, എത്ര സ്പീഡിലാണ് ഈ സിസ്റ്റം കൂൾ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനീലിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കും എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അടുത്ത ഡെൽറ്റ ഇ എന്ന് പറയുന്നത്, ഇവിടെ സാധാരണ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കാണിക്കുന്നത്, എനർജിയാണ് കാണിക്കുന്നത് ഫർണസിലൊക്കെ ഉള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കാണും, അതിൻ്റെ വാല്യൂ അനുസരിച്ചാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യണമെന്ന്. ഓക്കെ, ഇനി എന്താണ് സിമ്പിൾ ഹിൽ ക്ലൈമ്പിങ്ങും അനീലിംഗും തമ്മിലുള്ള വ്യത്യാസം. അനീലിംഗിന് ഞാൻ പറയാം മൊത്തം ടൈം പറയണം. റേറ്റ് അറ്റ് വിച്ച് ടൈം എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് ദ സിസ്റ്റം ഈസ് കൂൾഡ്, ഓരോരോ സ്റ്റെപ്പ് പോകാനുള്ള സമയം പറയണം. പിന്നെ മോസ്റ്റ് വേഴ്സ്റ്റ് സ്റ്റേറ്റ് മേ ബി അക്സെപ്റ്റഡ്, ചിലപ്പം തെറ്റുള്ള ഇതിലോട്ട് പോയാലും അനീലിംഗ് അത് അക്സെപ്റ്റ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ ടു മെയിൻറ്റെയിൻ ഇൻ അഡീഷൻ ടു ദ കറണ്ട് സ്റ്റേറ്റ് ബെസ്റ്റ് സ്റ്റേറ്റ് ഫൗണ്ട് സോ ഫാർ. പറയല്ലേ, കറണ്ട് സ്റ്റേറ്റ് അല്ല, അത് എന്തും കൂടെ ഓർത്ത് വയ്ക്കും, ഇതുവരെ കണ്ടുപിടിച്ചുള്ള ബെസ്റ്റ് സ്റ്റേറ്റും കൂടെ ഓർത്ത് വയ്ക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത പോകാൻ പോകുന്നത് ഇച്ചിരി കൂടെ തെറ്റായ സ്റ്റേറ്റിലാണെങ്കിൽ അതിന് എന്ത് ചെയ്യാം, പിറകോട്ട് പോയി നല്ലൊരു സ്റ്റേറ്റ് തിരിച്ച് ഓർത്ത് വയ്ക്കുന്ന സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റും. അനീലിംഗ് ഷെഡ്യൂൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വാളിറ്റി ഓഫ് ദ സൊല്യൂഷനും അറിഞ്ഞിരിക്കണം, അതുപോലെ എത്ര സമയം കൊണ്ട് ആ പ്രോസസ്സ് കൺവേർജ് ചെയ്യുക അല്ലെങ്കിൽ സൊല്യൂഷനിൽ എത്തുമോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞു ഇഷ്ടംപോലെ സ്റ്റെപ്പ് ചെയ്യേണ്ടപ്പോഴാണ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് മൂവ്സ് ഫ്രം എ ഗിവൺ സ്റ്റേറ്റ് ഈസ് വെരി ലാർജ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സിമുലേറ്റഡ് അനീലിംഗ് ഉപയോഗിക്കുന്നത്. ഇനി ബാക്കി 3 ടെക്നിക്കും കൂടെ ഉണ്ട്, അത് അടുത്ത വീഡിയോ പറയാം.